ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് മലയാളം മൂവിയാണ് ഇത്തിരി നേരം. സെറിൻ ഷിഹാബ്, റോഷൻ മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഇത്തിരി നേരം. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 31 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് ഡയൽ 100. സന്തോഷ് കീഴാറ്റൂർ, അർച്ചന കൃഷ്ണ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് നെടുമങ്ങാട് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഡയൽ 100. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഗഡികാചലം. അമർ കാമേപ്പള്ളി രചനയും സംവിധാനം നിർവഹിച്ചൊരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് ഗഡികാചലം. സിംപ്ലി സൗത്തിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ബാൾഷയും നികത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 31 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ്, കോട്ടയം രമേശ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 1 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്ത മലയാളം മൂവി നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബർ ലാസ്റ്റ് വീക്കോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് ചെറുക്കനും പെണ്ണും. ശ്രീജിത്ത് വിജയ്, ദിലീഷ് പോത്തൻ, ദീപ്തി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രദീപ് നായർ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് ചെറുക്കനും പെണ്ണും. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് മൗഗ്ലി. റോഷൻ കനകലെ കേന്ദ്ര കഥാപാത്രമാക്കി സന്ദീപ് രാജ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ് മൗഗ്ലി. ഈ TV വിന്നാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഹക്ക്. യാമി ഗൗതംദർ, ഇമ്രാൻ ഹാഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുബർണ വർമ്മ സംവിധാനം ചെയ്തൊരു കോർട്ട് റൂം ഡ്രാമ മൂവിയാണ് ഹക്ക്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 2 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോളിയം 2. ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ഫാന്റസി ആൻഡ് അഡ്വഞ്ചർ മൂവിയാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോളിയം 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 31 മുതൽ വോളിയം 2 സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു സീരീസ് ആണ് ലവ് ഫ്രം 9 to 5. ഒരു റൊമാൻറ്റിക് കോമഡി സീരീസ് ആണ് ലവ് ഫ്രം 9 to 5. നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 1 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് തേരെ ഇഷ്ക് മേൻ. ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് തേരെ ഇഷ്ക് മേൻ. ധനുഷ്, കൃതി സനോൺ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 23 മുതൽ ഈ മൂവി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം മൂവിയാണ് ഇന്നസെന്റ്. സതീഷ് തൻവി സംവിധാനം ചെയ്തൊരു കോമഡി ചിത്രമാണ് ഇന്നസെന്റ്. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മരക്കാർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സൈന പ്ലേ ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഡിസംബർ 31 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് എക്കോ. സന്ദീപ്, പ്രദീപ്, വിനീത്, നരേൻ, വിനു പപ്പു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബാഹുൽ രമേശ് രചനയും ദിൻജിത്ത് അയ്യത്താൻ സംവിധാനവും ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് എക്കോ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 31 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി കളങ്കാവൽ. ജിദ്ലി കെ ജോസ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷങ്ങളെത്തുന്ന ചിത്രത്തിൽ ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 9 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് ഫീനിക്സ്. സൂര്യ സേതുപതി, വർഷ വിശ്വനാഥ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനിൽ അരസു രചനയും സംവിധാനം ചെയ്തൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ മൂവിയാണ് ഫീനിക്സ്. ആഹ OTT പ്ലാറ്റ്ഫോം വഴി ഡിസംബർ 31 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണം. റൊമാൻറ്റിക് കോമഡി വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണം. പ്രിയ, പ്രകാശ് വാര്യർ, റോഷൻ അബ്ദുൾ റഹൂഫ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം ഡ്രാമ സീരീസ് ആണ് കേരള ക്രൈം ഫയൽ സീസൺ 3. അജു വർഗീസ്, ലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഹമ്മദ് കബീർ രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ഡ്രാമ സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ് സീസൺ 3. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാവിയ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം ഫസ്റ്റ് വീക്കിൽ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇതൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് ദ കോപ്പൻഹേഗൻ ടെസ്റ്റ്. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സ്പൈ ത്രില്ലർ സീരീസ് ആണ് കോപ്പൻഹേഗൻ ടെസ്റ്റ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡിസംബർ 28 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് പ്രേമന്റെ. നവനീത് ശ്രീറാം സംവിധാനം ചെയ്തൊരു
റൊമാൻറ്റിക് കോമഡി ഡ്രാമ മൂവിയാണ് പ്രേമിൻ്റെ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വെപ്പൺസ്. ഒരു അമേരിക്കൻ മിസ്റ്ററി ഹൊറർ ചിത്രമാണ് വെപ്പൺസ്. ജനുവരി 8 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദേ ദേ പ്യാർ ദേ 2. അൻഷുൽ ശർമ്മ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ദേ ദേ പ്യാർ ദേ 2. അജയ് ദേവ്ഗൺ, ആർ മാധവൻ, രാഹുൽ പ്രീത് സിംഗ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 9 ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ. ആദിത്യ ദർ രചനയും സഹനിർമ്മാണവും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. ഈ ചിത്രത്തിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 285 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 30 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ബാഹുബലി ദ എപ്പിക്. ഒരു ഇതിഹാസ ആക്ഷൻ ചിത്രമാണ് ബാഹുബലി ദ എപ്പിക്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ആന്ധ്ര കിങ് താലൂക്ക. മഹേഷ് ബാബു പച്ചകൊല്ല രചനയും സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ കോമഡി ചിത്രമാണ് ആന്ധ്ര കിങ് താലൂക്ക. റാം പോത്തിനേനി, ഉപേന്ദ്ര, ഭാഗ്യശ്രീ ബോർസെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് റിവോൾവർ റീത്ത. രാധിക ശരത് കുമാർ, സുനിൽ, കീർത്തി സുരേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി JK ചന്ദ്രു രചനയും സംവിധാനവും നിർവഹിച്ചൊരു ആക്ഷൻ കോമഡി മൂവിയാണ് റിവോൾവർ റീത്ത. നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.